ഹായ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 2 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പനേരം വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് പൊടികൾ പൊടിച്ചെടുക്കാം. നൈസായി പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 4 വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു 8-10 ചെറിയ ഉള്ളി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടെ ചതച്ചെടുക്കാം. ഇനി ആദ്യം ചതച്ചെടുത്ത കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ച പൊടികളും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 4-5 മിനിറ്റ് നന്നായി വേവിച്ച് തക്കാളിയും പുളിയും അതുപോലെ പൊടിച്ച പൊടികളും ഇതെല്ലാം കൂടെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമ്മളത് ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം ചേർത്ത് രസം നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയോ ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം തണ്ടോട് കൂടിയ കുറച്ച് മല്ലിച്ചപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം താളിച്ചെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോൾ ഒരു 8 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇത് രസത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള രസം തയ്യാറായിട്ടുണ്ട്. ഈ രസം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തമായി മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.